എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ബിസിനസ്സിൻ്റെ വിജയത്തിന് ഒരു കോർ ടീം അല്ലെങ്കിൽ ഒരു ഹൈ ലെവൽ ലീഡർഷിപ്പ് ടീം സെറ്റ് ചെയ്യുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതും അവർക്കുണ്ടായിരിക്കേണ്ട 4 പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളെയും പറ്റിയാണ്. ഏത് ഓർഗനൈസേഷൻസ് വളർന്നിട്ടുണ്ടോ അവിടെയൊക്കെ നോക്കുക, അത് ഒരാളുടെ മാത്രം മികവിലായിരിക്കില്ല, ഒരു ടീമിൻ്റെയാണ്. എന്നാൽ ഒരു ടീമിനെ പറ്റി നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. അതോടൊപ്പം ആ ടീമിനെ നയിക്കുന്ന ഇൻട്രാപ്രണേഴ്സ് ആയിട്ടുള്ള, അതായത് മുതൽ മുടക്കിയിട്ടില്ലെങ്കിലും സ്വന്തം പ്രസ്ഥാനം എന്നുള്ള രൂപത്തിൽ അത് കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം ലീഡേഴ്സ്, അവരെയാണ് ഇൻട്രാപ്രണേഴ്സ് എന്നൊക്കെ വിളിക്കുന്നത്. അത്തരം ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റ്. അങ്ങനെയുള്ള ആളുകളെ എങ്ങനെ കണ്ടെത്താം, അതെങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കണം, അവരെ കൂടെ നിർത്തണം, ഇതൊക്കെ ഒരു സംരംഭകൻ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം എങ്കിലേ പല ലെവലിലും നമ്മുടെ ഓർഗനൈസേഷൻ എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ വിഷനും മിഷനും നമ്മുടെ പ്ലാൻസും ഗോൾസും ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇത് കളക്റ്റീവായിട്ടൊരു ടീം എഫേർട്ടിൽ അതിന് വേണ്ടിയിട്ട് അതിന് അറിവും കഴിവും പ്രാപ്തിയും വില്ലിങ്നെസ്സും എല്ലാം ഉള്ള നല്ലൊരു കോർ ടീമിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഒന്നാമത്തത് പ്രൊവൈഡിങ് സ്ട്രാറ്റജിക് ഡിറക്ഷൻ. നമ്മുടെ കമ്പനിക്ക് തന്ത്രപരമായ രൂപത്തിൽ എന്തൊക്കെ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് നീങ്ങണം, എന്തൊക്കെ വാല്യൂസിൽ അധിഷ്ഠിതമായിട്ടായിരിക്കണം നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോകേണ്ടത്, അതുപോലെ എന്തൊക്കെ ലക്ഷ്യങ്ങൾ നമ്മുടെ സ്ഥാപനം അച്ചീവ് ചെയ്യേണ്ടതുണ്ട്, എന്തിനൊക്കെ പ്രാധാന്യം കൊടുത്ത് നമ്മൾ മുന്നോട്ട് നീങ്ങണം, ഇതെല്ലാം ഈ ഒരു ടീമായിരിക്കണം നിശ്ചയിക്കേണ്ടത്. ഇവരിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കപ്പാസിറ്റി, കഴിവെന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമിലുള്ള ഓരോരുത്തർക്കും ക്ലാരിറ്റി കൊടുക്കണം. ഹൂ വി ആർ, വാട്ട് വി ഡു ആൻഡ് ഹൗ വി ഡു ഇറ്റ് എന്ന് പറയുന്ന 3 കാര്യങ്ങൾക്ക്. നമ്മൾ ആരാണ്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ദൈനംദിന കാര്യങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു സ്ട്രാറ്റജി ഡയറക്ഷൻ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കോർ ടീം. 2, അവരുടെ ഉത്തരവാദിത്തമാണ് അലൈനിങ് റിസോഴ്സുകളെ അലൈൻ ചെയ്യുക. നമ്മുടെ സ്ഥാപനത്തിന് വലിയ ലക്ഷ്യങ്ങളും ഗോൾസും ഒക്കെ സെറ്റ് ചെയ്താൽ മാത്രം പോരാ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഫങ്ഷൻസ് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് അതിലേക്ക് പ്രാപ്തരായ ആളുകളെ അലൈൻ ചെയ്യണം. അവിടെ ആവശ്യമായ ടെക്നോളജി ആണോ, റൈറ്റ് പീപ്പിൾ ആണോ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത്, അല്ലെങ്കിൽ പ്രോസസ്സാണോ ആവശ്യം, ഇതിനൊക്കെ കറക്റ്റായിട്ട് അലൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ആ ആളുകളെ അതുമായിട്ട് ഇഴുകി ചേർത്ത് കൊണ്ടുപോകാൻ സാധിക്കണം. 3-ാമത്തെ കാര്യം പ്രോബ്ലം സോൾവിങ് കീ ഇഷ്യൂസ്. നമ്മുടെ ഒരു പ്രസ്ഥാനത്തിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. എല്ലാം മാനേജ്മെൻറ്റ് തന്നെ പോയി സോൾവ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ പ്രൊവൈഡേഴ്സാണ്. ബിസിനസ്സുകൾ നടത്തുന്ന ആളുകൾ എംപ്ലോയീസിനോട് അല്ലെങ്കിൽ മാനേജേഴ്സിനോട് പറയേണ്ട ഒരു കാര്യം ഇതാണ്: നിങ്ങളെ ഞാൻ കാണുന്നത് ആസ് എ സൊല്യൂഷൻ പ്രൊവൈഡറാണ്. അതുകൊണ്ട് തന്നെ പ്രോബ്ലം ക്രിയേറ്റേഴ്സിനെ അല്ല നമുക്ക് വേണ്ടത്, സൊല്യൂഷൻസ് ഉണ്ടാക്കുക. ഓരോ കാര്യത്തിനും, എല്ലാ കാര്യത്തിനും മാനേജ്മെൻറ്റ് അടുത്തേക്ക് മാത്രം വന്ന് കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളതല്ല. അവർക്ക് സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യാൻ, അതിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് എങ്കിലും ഡെവലപ്പ് ചെയ്യാൻ പറ്റണം, അതിൽ നിന്ന് ഫൈനലൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരണം. 4-ാമത്തെ കാര്യം ലിവിങ് ദ വാല്യൂസ്. നമ്മുടെ സ്ഥാപനം എന്ത് വാല്യൂ സിസ്റ്റമാണ്, അല്ലെ എന്ത് കൾച്ചറാണ് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിലൂടെ ജീവിക്കുന്നവരായിരിക്കണം ഈ കോർ ടീമിലെ അംഗങ്ങൾ. അവർ ഓരോരുത്തരെയും മാതൃകയാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഇതിലേക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. അതിന് കപ്പാസിറ്റിയുള്ള, ക്വാളിറ്റിയുള്ള ആളുകളെ ആയിരിക്കണം നമ്മളിതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു ബെസ്റ്റ് ലീഡർഷിപ്പ് ടീം അഥവാ ഒരു കോർ ടീമിനെ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ സക്സസ്സിന് വളരെ ആവശ്യമാണ്. അവർ സ്ട്രാറ്റജിക് ഡിറക്ഷൻ കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരായിരിക്കണം, റിസോഴ്സുകളെ അലൈൻ ചെയ്യാൻ പറ്റണം, പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കണം, ആ വാല്യൂസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, അവരുടെ നടപ്പിലും പ്രവൃത്തിയിലും വാക്കിലും എല്ലാം ആ വാല്യൂ സിസ്റ്റം ഉള്ളവരുമായിരിക്കണം. ഇങ്ങനെയുള്ളൊരു കോർ ടീമിനെ സെറ്റ് ചെയ്താൽ അത് സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വളരെയധികം ഹെൽപ്പ് ചെയ്യും. താങ്ക് യു.